Okay, dear students, നമുക്ക് ഇന്നൊരു പുതിയ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. പ്രോബ്ലത്തിൽ നമ്മുടെ SSC Mrs. X ആണ്. Mrs. X is now working as a general manager of a limited company. അപ്പോൾ ലിമിറ്റഡ് കമ്പനി എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഷീ ഈസ് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവർക്കും കിട്ടുന്നുണ്ടായിരിക്കും. You are required to compute her taxable income under the head salary for the assessment year 2020-21 from the following information given below. എന്തെല്ലാം ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് മന്ത്ലി സാലറി റുപ്പീസ് 7,500 പെർ മന്ത്. ഒരു മാസത്തെ ശമ്പളമാണ് തന്നത് 7,500 രൂപ. ദെൻ രണ്ടാമത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റുപ്പീസ് 1,313 പെർ മന്ത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട് ഒരു മാസത്തേക്കാണ് തന്നത് 1,313 രൂപ. അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി ഹാവ് ടു ലുക്ക് ദാറ്റ് വെദർ അവർ അസസി ഈസ് ഗവൺമെൻറ് എംപ്ലോയി ഓർ നോൺ ഗവൺമെൻറ് എംപ്ലോയി. ആൻഡ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ വി ക്യാൻ സീ ദാറ്റ് അവർ അസസി ഈസ് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്കതിന് ഡിഡക്ഷൻ എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ദെൻ ദ തേർഡ് ഐറ്റം കൺവെയൻസ് അലവൻസ് റുപ്പീസ് 800 പെർ മന്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കൺവെയൻസ് അലവൻസിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനിൽ ഒന്നും തരുന്നില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് കൺവെയൻസ് അലവൻസ് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. സോ ദിസ് ഈസ് എൻ എക്സെപ്റ്റഡ് ഐറ്റം. ദെൻ ദ നെക്സ്റ്റ് ഈസ് ബോണസ് 2 months സാലറി. 2 മാസം ശമ്പളമാണ് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മാസം ശമ്പളം 7,500 രൂപയാണ്. അപ്പോൾ 7,500 ഇൻറ്റു 2 ദാറ്റ് ഈസ് 15,000 ആണ് ബോണസ്. ദെൻ കമ്മീഷൻ ഒരു മാസം ശമ്പളം അതായത് 7,500. ദെൻ നെക്സ്റ്റ് ഈസ് RFAയുടെ കാൽക്കുലേഷനാണ്. റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസ് അറ്റ് കൊച്ചി. The company is paying rupees 45,000 as rent and rupees 6,750 per annum for furniture and fittings. The electrical and water charges amounting to rupees 13,500 is also met by the company. നമുക്ക് ഇവിടെ വീട് കൊടുക്കുന്നത് കൊച്ചിയിലാണ്. ആ വീട് റെൻറ്റഡ് ഹൗസാണ് കേട്ടോ. എംപ്ലോയർ റെൻറ്റിന് എടുത്തിട്ട് എംപ്ലോയിനെ താമസിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ 15% ഓഫ് സാലറി ഓഫ് ദ എംപ്ലോയി എഴുതും. ദെൻ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ എഴുതും. വിച്ച് എവർ ഈസ് ലെസ് ദാറ്റ് എമൗണ്ട് ഈസ് ദ പെർക്വിസിറ്റ് വാല്യൂ. ഇനി ഇവിടെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, അതും റെൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. 6,750 രൂപയും റെൻറ്റഡ് ആണ് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഈ പെർക്വിസിറ്റ് വാല്യൂൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ദി ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ ചാർജസ് എമൗണ്ടിങ് ടു rupees 13,500 ഈസ് ഓൾസോ മെറ്റ് ബൈ ദ കമ്പനി. ഈ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ ചാർജസ് കൊടുക്കുന്നത് എംപ്ലോയർ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ പെർക്വിസിറ്റ് വാല്യൂ ആണ്, വേറെ പെർക്വിസിറ്റ് ആണ്. അപ്പോൾ അടുത്ത പെർക്വിസിറ്റായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് 13,500 രൂപയും നമ്മൾ എഴുതും. Then next is she is also provided with lunch by the company during the working hours at workplace. The cost of which is rupees 40 per meal for 300 days during the previous year. The company recovered rupees 10 per meal from her. എന്താ പറയുന്നത്? വർക്കിംഗ് അവേഴ്സിൽ ലഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് അവേഴ്സിൽ ലഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 50 രൂപ വരെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. 50 രൂപയിൽ കൂടുതൽ ലഞ്ചിന് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ലഞ്ചിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആകെ 40 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നമ്മളതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് ഐറ്റം എംപ്ലോയ്മെൻറ്റ് ടാക്സ് പെയ്ഡ് rupees 1,000. എന്താണ്? പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിരിക്കുകയാണ്. എത്ര രൂപ? 1,000 രൂപ. അപ്പോൾ നമ്മൾ ഡിഡക്ഷൻ ആയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാൽക്കുലേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കാൽക്കുലേഷൻ പറയുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ നോക്കുക. അലവൻസസിൽ HRയുടെ കാൽക്കുലേഷൻ നമുക്കറിയണം, എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കാൽക്കുലേഷൻ നമുക്കറിയണം. ദെൻ നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് പെർക്വിസിറ്റ് RFAയുടെ കാൽക്കുലേഷനും മോട്ടോർ കാറിൻ്റെ വാല്യൂഷനും നമുക്കറിയണം. ദെൻ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയുമായി ബന്ധപ്പെട്ടിട്ട് RPFൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി നമുക്കറിയണം. അതേമാതിരി തന്നെ ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5% വന്നിട്ടുണ്ടെങ്കിൽ അതും ടാക്സ് കൊടുക്കണം നമുക്കറിയണം. അപ്പോൾ ഈ 5 കാൽക്കുലേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാം. ബാക്കി പറയുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതിൽ ബേസിക് പേ 90,000 രൂപ വരും, ബോണസ് 15,000, കമ്മീഷൻ 7,500, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 15,756 വരും. ദെൻ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. എങ്ങനെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റെൻറ്റ് ഫ്രീ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യം സാലറി കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാലറി ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. DA ഒഴികെ ബാക്കി എന്ത് പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതിൽ കൺസിഡർ ചെയ്യാം? സാലറി ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ വി വിൽ ബി ഗെറ്റിംഗ് 1,28,256. Then as this house is a rented house, what we have to do? We will be writing 15% of salary. അതായത് 1,28,256 രൂപയുടെ 15%. 19,238.
ദെൻ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ 45,000. ആ രണ്ട് എമൗണ്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് അതിൽ ചെറിയ എമൗണ്ട് ഏതാണോ അത് നമ്മൾ എടുത്ത് എഴുതി 19,238 രൂപ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ? റെൻറ്റ് പെയ്ഡ് ഫോർ ഫർണിച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നു. കാരണം അതും റെൻറ്റഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഹയർ ചാർജ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് പെർക്വിസിറ്റ് വാല്യൂ കിട്ടുകയാണ് ചെയ്യുന്നത്. ആ പെർക്വിസിറ്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ RFA എന്ന് പറഞ്ഞിട്ട് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പറഞ്ഞിട്ട് 25,988 രൂപ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടാവണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ ചാർജസ്. അടുത്ത പെർക്വിസിറ്റ് ആണല്ലോ 13,500 രൂപ. വാല്യൂ ഓഫ് ലഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, എഴുതേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ കൺവെയൻസ് അലവൻസും ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ടാണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രോസ് സാലറി കാൽക്കുലേഷൻ ആണ്. അതായത് ഈ എമൗണ്ട് കോളം, ഇന്നർ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് എഴുതുക ഗ്രോസ് സാലറി. ഇനി അതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കറിയാം, ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുക. നമുക്കറിയേണ്ടതാണ് ഇൻകം ഫ്രം സാലറിയുടെ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21 we are having a standard deduction of ₹50,000. So that 50,000 എഴുതി. ദെൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ് 1,000 rupees ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 51,000 നമ്മൾ എവിടേക്ക് എഴുതുന്നു? ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് എഴുതുന്നു. ആൻഡ് വി വിൽ ബി അറൈവിംഗ് ദ ഇൻകം ഫ്രം സാലറി ആസ് 1,16,744. ഓക്കെ, അപ്പോൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം കൂടി നമുക്ക് പറയാം. മിസ്റ്റർ സുനിലാണ് നമ്മുടെ SSC. സുനിൽ ഈസ് എ പർച്ചേസ് മാനേജർ ഇൻ എ കമ്പനി ഇൻ കൊൽക്കത്ത. പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh. അവിടെ പോപ്പുലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ RFAയുടെ കാൽക്കുലേഷൻ ഉണ്ടാവുന്നതാണ്. കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ഇവിടെ മാനേജറിൻ്റെ കമ്പനിനെ പറയുള്ളൂ. അപ്പോൾ അതിനർത്ഥം നോൺ ഗവൺമെൻറ് എംപ്ലോയി ആവും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് നമുക്ക് ഡിഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. നെറ്റ് ബേസിക് സാലറി ₹1,20,000 which is after deducting ₹2,000 for income tax, ₹10,000 as contribution to RPF and rent for the bungalow ₹3,600. അപ്പോൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എപ്പോഴും ടാക്സേഷൻ പർപ്പസിന്, ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാലറി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നെറ്റ് സാലറി അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെപ്പോഴും നോക്കേണ്ടത് ഗ്രോസ് സാലറിയാണ്. ഇപ്പോൾ ടീച്ചർ മുന്നേ ഉണ്ടായിരുന്നൊരു എക്സാമ്പിളിൽ, വീഡിയോയിൽ ഏതൊരു എക്സാമ്പിളിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടുന്നു, അതിന് 10,000 രൂപ RFAയിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ എംപ്ലോയർ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, ഡിഡക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ 10,000 കൊണ്ടിട്ട് PF അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 90,000 രൂപയുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ശമ്പളം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് എൻ്റെ നെറ്റ് എമൗണ്ട്, ഗ്രോസ് എമൗണ്ടാണ് ഞാൻ പറയേണ്ടത്. നെറ്റ് എമൗണ്ടാണ് 90,000 രൂപ. ഞാൻ ഗ്രോസ് എമൗണ്ട് ആയ 1,00,000 രൂപയാണ് എൻ്റെ ശമ്പളമായിട്ട് ഞാൻ പറയേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സുനിലിൻ്റെ കേസിലും പറയുന്നത്. അതായത് 1,20,000 എന്ന് പറയുന്നത് അയാളുടെ നെറ്റ് എമൗണ്ടാണ്. അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സാലറി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻകം ടാക്സിൻ്റെ പൈസയും 10,000 രൂപ കോൺട്രിബ്യൂഷൻ ടു RPFും അതേപോലെ തന്നെ റെൻറ്റ് ഫോർ ദ ബംഗ്ലോ 3,600 രൂപയൊക്കെ ഈ 1,20,000 കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ എന്ത് വരിക? ഗ്രോസ് സാലറി. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് 1,20,000 കൂടെ ഈ 3 എമൗണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് സാലറി. ദെൻ ബോണസ് 1,800 രൂപ. അതൊന്നും നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഈസ് ട്രാവലിംഗ് അലവൻസ് ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടി. ഒഫീഷ്യൽ ഡ്യൂട്ടി ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എക്സെപ്റ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ബിൽസ് 15,000. അത് നമുക്ക് മെഡിക്കൽ ബില്ല് നമുക്ക് എക്സംഷൻ ഉള്ള കാര്യമാണ്. ദെൻ ദ നെക്സ്റ്റ് ഈസ് he is living in a bungalow belonging to the company. The company has provided on this bungalow the facility of a gardener and cook, each of whom is paid a salary of ₹250 per month and ₹800 per month respectively. The company paid in respect of this bungalow ₹4,800 for electrical bill and ₹1,200 for water bill. നമുക്ക് ഇവിടെ RFAയുടെ കാൽക്കുലേഷനിലാണ് പറയുന്നത്. RFAയുടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ വീട് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh ആണെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് 15% ഓഫ് സാലറി. അപ്പോൾ സാലറി 15% കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പെർക്വിസിറ്റ് വാല്യൂയായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി ഇതിന് കുറേയും കൂടി പെർക്വിസിറ്റുകൾ പറയുന്നുണ്ട്. ഗാർഡനറേനെയും കുക്കിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് പെർക്വിസിറ്റ്സ് ആയിട്ട് എഴുതണം കേട്ടോ. ഗാർഡനർ എന്ന് പറഞ്ഞിട്ട് 250 × 12 എഴുതുക. കുക്ക് പറഞ്ഞിട്ട് 800 × 12 എഴുതുക. ഇനി ഇലക്ട്രിക്കൽ ബില്ല് കൊടുക്കുന്നുണ്ട് 4,800, അത് അടുത്ത പെർക്വിസിറ്റായിട്ട് എഴുതുക. വാട്ടർ ബില്ല് 1,200 രൂപ അടുത്ത പെർക്വിസിറ്റായിട്ട് എഴുതുക. ഓക്കെ. ദെൻ ദ 6th item, he has been provided with a large car for official and personal use. Official and personal use എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് യൂസ് ആണല്ലോ. അപ്പോൾ മിക്സഡ് യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്
ആരാണ് ഈ കാറിൻ്റെ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് അതല്ലേ നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ ക്വസ്റ്റ്യനിൽ ദ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ഓഫ് ദി കാർ ഇൻക്ലൂഡിംഗ് ഡ്രൈവർ ആർ ബോൺ ബൈ ദ കമ്പനി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി എംപ്ലോയറാണ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത്. എംപ്ലോയറാണ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എങ്കിൽ വി വിൽ ബി ലുക്കിംഗ് ടു ദ നെക്സ്റ്റ് ഡിവിഷൻസ് ദാറ്റ് ഈസ് ലാർജ് കാറാണോ സ്മാൾ കാറാണോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണല്ലോ. ഹി ഹാസ് ബീൻ പ്രൊവൈഡ് വിത്ത് എ ലാർജ് കാർ. അപ്പോൾ ലാർജ് കാർ ആണ് എങ്കിൽ ഒരു മാസം എത്ര രൂപയാണ് 2400 രൂപയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡിങ് ഡ്രൈവർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഒരു 900 റുപ്പീസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും 2400 + 900 ഹോൾ ഇൻറ്റു 12 അതായിരിക്കും നമ്മുടെ മോട്ടോർ കാറിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ. ഇനി ഏഴാമത്തത് ദി ഫോളോയിങ് എമൗണ്ട്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ഹിസ് PF അക്കൗണ്ട് ഓൺ കോൺട്രിബ്യൂഷൻ 10,000 കമ്പനീസ് കോൺട്രിബ്യൂഷൻ 10,000 ആൻഡ് ഇൻട്രസ്റ്റ് അറ്റ് 9.5% per annum ₹9,075. നോക്കി ഇവിടെ PF അക്കൗണ്ടിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് 10,000 രൂപ, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 10,000 രൂപ. അതേമാതിരി തന്നെ ഈ PFൻ്റെ ഇൻട്രസ്റ്റ് 9.5%. അപ്പോൾ ഇൻട്രസ്റ്റ് 9% അത് ഓക്കെ ആണല്ലോ, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് നോക്കൂ നമ്മൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനും നമുക്കൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നോക്കുക എംപ്ലോയിയുടെ ശമ്പളത്തിൻ്റെ 12% എടുക്കുക. ആ ശമ്പളത്തിൻ്റെ 12%-നേക്കാൾ കൂടുതൽ വരുന്ന തുകയാണ് ഈ 10,000 എങ്കിൽ ആ കൂടുതൽ വരുന്ന തുകയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ടീച്ചർ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. ഞാനതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.